ഒരുപാട് നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നൊരു സംഭവം ഞങ്ങളുടെ ഫാമിലിയിൽ നടന്നു കേട്ടോ. എന്നായിരിക്കും ആവാത്ത എന്താ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞോളുണ്ടല്ലോ, നമ്മുടെ ദിവ്യേച്ചിയുടെ മോള്, അതായത് നമ്മുടെ പാറുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പാറുട്ടൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കുഞ്ഞോള് വലിയ കുട്ടിയായിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഋതുമതി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിലാണ്. ഒരു സാരി എടുത്ത് അത് നല്ലൊരു ലെഹങ്ക മോഡലൊക്കെ ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ. എൻ്റെ പാറുമോള് വലിയ കുട്ടിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്തായിരിക്കും, സെയിം ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം ഞാനും എപ്പോഴും ദിവ്യേച്ചിനായിട്ട് ഡിസ്കസ് ചെയ്യും, ചേച്ചി കുഞ്ഞ് വലിയ കുട്ടിയായാൽ നമുക്കത് ഗ്രാൻഡ് ആക്കണം എന്നുള്ളത്. കുഞ്ഞിൻ്റെ ഒരു ഫംഗ്ഷനും ഞങ്ങൾ വലിയ രീതിയിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഋതുമതി ഫംഗ്ഷൻ ഞങ്ങളൊരു കല്യാണം പോലെ തന്നെ കൊണ്ടാടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് A to Z കാര്യങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊന്നും ഇത് വലിയ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ആഘോഷിക്കുന്നുണ്ട്. അത് ആരാഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്തായാലും നമ്മുടെ കുടുംബക്കാർ ഭയങ്കര ഗ്രാൻഡായിട്ട് ഈ ഒരു പരിപാടി നടത്തും. അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുട്ടി വലിയതായി എന്ന് നമ്മൾ അറിയുന്നൊരു ദിവസത്തിൽ തൊട്ട് 7ൻ്റെ അന്നാണ് നമ്മൾ ഇവിടെയൊക്കെ ചടങ്ങ് നടത്തുക. ഈ ഒരു 7 ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ പ്ലാനിങ് ടൈമാണ് കേട്ടോ. ഈ ഒരു പരിപാടി എത്രത്തോളം ഗ്രാൻഡ് ആക്കാം, എന്തൊക്കെ ചടങ്ങുകൾ എങ്ങനെ ആഘോഷിക്കാം, ഇതിലെന്തൊക്കെ ആഡ് ചെയ്യാം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്കും കീത്തൂരും കൂടി ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ത്രില്ലിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ഋതുമതി ഫംഗ്ഷൻ, ഇവിടുത്തെ ചടങ്ങുകൾ, ഞങ്ങളെ ഡാൻസ്, ഇതൊക്കെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കണം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ മോള് ഒരു കുട്ടിത്തത്തിൽ നിന്ന് ഒരു വലിയ കുഞ്ഞായി എന്ന് പറയുമ്പോഴത്തെ ഒരു സന്തോഷം അമ്മമാർക്ക് മനസ്സിലാവും അല്ലേ.